ഞാനിപ്പോൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നമ്മൾ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പ്രശ്നങ്ങളെ ഒരു 2018 മുതലെങ്കിലും ഈ കാര്യങ്ങൾ അടുത്ത് കാണാൻ ശ്രമിച്ച ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, കേരളം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ റെസ്ക്യൂ നടത്തുന്നതിൽ വളരെ മുന്നിലാണ്. പക്ഷെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന 2 മേഖലകൾ, ഒന്ന് ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്നില്ല, ഒരു മാസ് എവാക്യുവേഷൻ നടത്തിയ ആളുകളെ അപായത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നില്ല, അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഒരു ശാശ്വതമായിട്ടുള്ള റിഹാബിലിറ്റേഷൻ ഉറപ്പുവരുത്തുന്നതിലാണ്. നമ്മൾ ഒരു സംശയവും ഇല്ല, നമ്മുടെ റിഹാബിലിറ്റേഷൻ ക്യാമ്പുകൾ ഇപ്പോൾ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ കൊണ്ടുപോയി പാർപ്പിച്ച സ്ഥലത്ത് ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, താമസമുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. ഒരു വേൾഡ് ക്ലാസ്സിലുള്ള താൽക്കാലിക റിഹാബിലിറ്റേഷൻ ഈ മനുഷ്യർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് നേരത്തെ പുത്തുമലയിലായിട്ടുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ കവളപ്പാറയിലായിരുന്നെങ്കിലും അവിടെ എല്ലാ ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. ഇതിലൊന്നും നമുക്ക് യാതൊരു സംശയവുമില്ല. ഈ ലോകത്ത് തന്നെ ഏറ്റവും നല്ല രക്ഷാപ്രവർത്തനം നടക്കുന്നു, ഏറ്റവും നിലയിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആശ്വാസം വരുത്തുന്നു. സർക്കാർ മുന്നിട്ടിറങ്ങുന്നു, പ്രതിപക്ഷ കക്ഷികൾ മുന്നിട്ടിറങ്ങുന്നു, സന്നദ്ധ സംഘടനകൾ വരുന്നു, സിനിമാ താരങ്ങൾ വരുന്നു, ഒരു വലിയൊരു എല്ലാവരും സഹായിക്കാനും സേവിക്കാനും കൂടെ നിൽക്കാനും വരുന്നു. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടത്തിൽ മറ്റൊരു ദുരന്തം വരുമ്പോൾ നമ്മളെല്ലാം ഇതിന് മാറിപ്പോവുകയാണ്. നമ്മുടെ മുൻഗണനകൾ ഇത് ഈ മനുഷ്യർ മാറിപ്പോവുകയാണ്. പിന്നെ ഈ മനുഷ്യരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്ന് പോലും നമ്മൾ നോക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ ഈ പുത്തുമലയിലൊക്കെ ഉണ്ടായ ദുരന്തത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കുറേ വീടുകൾ വെച്ച് കൊടുക്കുന്ന ഒരു സംഭവം വന്നു. അതിനുവേണ്ട ഭൂമി മാതൃഭൂമിയാണെന്ന് തോന്നുന്നത് കണ്ടെത്തി നൽകി. അതിനകത്ത് കുറച്ച് സന്നദ്ധ സംഘടനകളും നല്ല മനുഷ്യരായുള്ള ആളുകളുടെ ഫണ്ട് കൊണ്ടുവന്ന് സർക്കാർ കൂടി ഇടപെട്ട് പ്രവർത്തനങ്ങൾ നടത്തി. അത് വിചാരിച്ചതുപോലെ ആ റിഹാബിലിറ്റേഷൻ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇപ്പോൾ എവിടെയൊക്കെ നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും കനത്ത മഴയുടെയും അവയെല്ലാം മനുഷ്യർക്ക് ചേർന്നുണ്ടാകുന്ന ദുരന്തങ്ങളുടെ എല്ലാം ഒരു കൂട്ടായിട്ടുള്ളൊരു ദുരന്തത്തിൻ്റെ ആഘാതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഘാതങ്ങൾ അനുഭവിക്കുന്ന കാലാവസ്ഥ അഭയാർത്ഥികളായി മാറിക്കൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഇവരെല്ലാം വൾണറബിളാണ്. ഈ പെട്ടുപിടിയിൽ തന്നെ ഈ രക്ഷപ്പെട്ടു പോയി കുറച്ച് ആളുകൾ 7 പേരോ അല്ലെങ്കിൽ 8 പേർക്കും മാത്രമാണ് വീട്. ബാക്കിയുള്ളവരോടെ പോയി അവർ 5 ലക്ഷം രൂപ മേടിച്ചിട്ട് അവരെവിടെ പോയിട്ടുണ്ടാകുന്ന നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഞാനും അന്വേഷിച്ചിട്ടുള്ളത് അന്വേഷിച്ചിട്ടില്ല. ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്, നമ്മൾ ഓരോ മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ച് പണം നൽകി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉപജീവനവും തൊഴിലും അവർക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ പുനഃസൃഷ്ടിച്ച് നൽകാതെ നമ്മൾ അവരെ എങ്ങോട്ടാണ് വിടുന്നത്? കുറച്ച് പണം നൽകി കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ള ഒരു ലെവലിലേക്ക്. അപ്പം നമ്മുടെ ഒരു കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ തുക മാത്രമാകരുത്, അതിനപ്പുറത്തേക്ക് പോകണം. അത് സമഗ്രവും ശാസ്ത്രീയവുമാകണം എന്ന് മാത്രമാണ് ഇവിടെ പറയാറുള്ളത്. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ.